നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ആമ്പല്ലൂരിൽ ഓട്ടം വിളിച്ചിട്ട് പോകാത്ത വൈരാഗ്യത്തിൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുക്കാട് വരന്തരപ്പള്ളി പഞ്ചായത്തുകളിലായി അതിർത്തി പങ്കിടുന്ന കാനത്തോട് സ്ലൂയിസ് അടിയന്തിരമായി പുനഃസ്ഥാപിക്കണമെന്ന് കർഷകർ. തകർച്ചയിലായ ഉറാംകുളം അഡീഷണൽ പമ്പ് ഹൗസ് നവീകരിക്കണമെന്നും പമ്പിംഗ് പുനരാരംഭിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. വീടിനോട് ചേർന്നുള്ള കിണറിനുള്ളിൽ മണ്ണിടിയുന്നതിനാൽ അടിത്തട്ടിടിയുന്ന വീട്ടിൽ ഭീതിയോടെ കഴിയുകയാണ് ഒരു കുടുംബം. ചിറ്റിശ്ശേരി നടുവിൽ വീട്ടിൽ സുനിലും കുടുംബവുമാണ് ഈ ദുരവസ്ഥ അനുഭവിക്കുന്നത്. ബംഗളൂരു വേളാങ്കണ്ണി സൂപ്പർ ഡിലക്സ് ബസ്സുകൾക്ക് പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ ബോർഡിംഗ് പോയിന്റ് അനുവദിച്ചതായി KK രാമചന്ദ്രൻ MLA. ലഹരി ഉപയോഗത്തിനെതിരെ വേലുപ്പാടത്ത് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു. ശിവദാസൻ തൂയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ DYSP PB പ്രശോഭ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആമ്പല്ലൂരിൽ ഓട്ടം വിളിച്ചിട്ട് പോകാത്ത വൈരാഗ്യത്തിൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ആമ്പല്ലൂർ ആളൂക്കാരൻ വീട്ടിൽ 29 വയസ്സുള്ള പ്രിൻസ്, കുരിയച്ചിറ പള്ളിമാക്കൽ 29 വയസ്സുള്ള രോഹിത് എന്നിവരാണ് അറസ്റ്റിലായത്. മാർച്ച് 4 രാത്രി 8:45 സംഭവം. ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിലുള്ള ഓട്ടോപേട്ടയിൽ വെച്ച് ഓട്ടോ ഡ്രൈവറായ ആമ്പല്ലൂർ എരിപ്പോട് സ്വദേശിയായ ആമ്പലി കളരിക്കൽ വീട്ടിൽ 65 വയസ്സുള്ള രമണനെയാണ് പ്രതികൾ ഓട്ടോയിൽ നിന്ന് വലിച്ചിറക്കി കമ്പിവടി കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവശേഷം കടന്നുകളഞ്ഞ പ്രിൻസിനെ കോഴിക്കോട് നിന്നും രോഹിത്തിനെ പെരുമ്പാവൂരിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. പ്രിൻസ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ റൗഡിയും രോഹിത്ത് ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ റൗഡിയുമാണ്. 2024 മെയ് മാസം മുതൽ കാപ്പ പ്രകാരം 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് രോഹിത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പ്രിൻസിന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ 2017 വധശ്രമക്കേസും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 2017 ഒരു അടിപിടിക്കേസും പ്രിൻസിന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ 2017 വധശ്രമക്കേസും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 2017 ഒരു അടിപിടിക്കേസും 2020 പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസും 2023 ഒരു കവർച്ചക്കേസും ഒരു അടിപിടിക്കേസും 2025 ഒരു അടിപിടിക്കേസും അടക്കം 11 ക്രിമിനൽ കേസുകളുണ്ട്. രോഹിത്തിന്റെ പേരിൽ വിയൂർ, മണ്ണുത്തി സ്റ്റേഷനുകളിൽ കൊലപാതക ശ്രമവും ആക്രമണ കേസുകളും, ഒല്ലൂർ, നെടുപുഴ, തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനുകളിൽ കവർച്ചാ കേസുകളുമുണ്ട്. പുതുക്കാട് SHO V സജീഷ് കുമാർ, SI മാരായ AV ലാലു, O ഫിറോഷ്, കൃഷ്ണൻ, ASI ആന്റോ, ഗ്രേഡ് GS CPO മാരായ VD അജി, നിതീഷ്, സുജിത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് ഗ്രേഡ് SI KK വിശ്വനാഥൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പുതുക്കാട് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തുകളിൽ അതിർത്തി പങ്കിടുന്ന കാനത്തോട് സ്ലൂയിസ് അടിയന്തിരമായി പുനഃസ്ഥാപിക്കണമെന്ന് കർഷകർ. തകർച്ചയിലായ ഉറാംകുളം അഡീഷണൽ പമ്പ് ഹൗസ് നവീകരിക്കണമെന്നും പമ്പിംഗ് പുനരാരംഭിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. പുതുക്കാട് വരന്തരപ്പള്ളി പഞ്ചായത്തുകളിലായി അതിർത്തി പങ്കിടുന്ന കാനത്തോട് സ്ലൂയിസ് അടിയന്തിരമായി പുനഃസ്ഥാപിക്കണമെന്ന് കർഷകർ. തകർച്ചയിലായ ഉറാംകുളം അഡീഷണൽ പമ്പ് ഹൗസ് നവീകരിക്കണമെന്നും പമ്പിംഗ് പുനരാരംഭിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ചെങ്ങാലൂർ പ്രദേശത്തെ കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും ആശ്രയമായ കാനത്തോട് സ്ലൂയിസ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കഴിഞ്ഞ ജൂലൈ മാസത്തിലെ കാലവർഷത്തിൽ കാനത്തോടിന്റെ ഒരു വശം മലവെള്ളപ്പാച്ചിലിൽ ഇടിഞ്ഞ് വെള്ളം കുറുമാലിപ്പുഴയിലേക്ക് വലിയ തോതിലാണ് എത്തിയത്. ഇതോടെ കാനത്തോട് സ്ലൂയിസിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലാതായി. സമീപവാസിയായ KM അനിലൻ എന്ന കർഷകന്റെ പുരയിടവും വലിയ തോതിലാണ് ഇടിഞ്ഞ് തോട്ടിലേക്ക് വീണത്. പണി എത്രയും പെട്ടെന്ന് ആരംഭിക്കും. സ്ലൂയിസ് തകർച്ച ഉടൻ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പുതിയ സ്ലൂയിസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞ് നമ്മൾ താൽക്കാലികമായി ചാക്കിട്ടിട്ട് ഇടിഞ്ഞ ഭൂമിയുടെ ഇടിഞ്ഞ ഭൂമി സംരക്ഷിച്ച് താൽക്കാലിക പമ്പിങ് സാധ്യമാക്കും. അങ്ങനെ ആ ഒരു പ്രദേശമാണിത്.
ഇപ്പോൾ ഇവിടെ പണി ഇപ്പോൾ ആരംഭിക്കും, എപ്പോൾ ആരംഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കർഷകർ. കുടിവെള്ളത്തിന് വേണ്ടി ഇവിടെ പ്രധാനമായിട്ടുള്ള ഇവിടുത്തെ ഒറാങ്കുളം പമ്പിങ് നടത്തുന്ന ആളുകൾ. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ വിഷയം എന്താ വെച്ചാൽ ഈ വർഷമേ പണി നടക്കുമോ എന്നുള്ളൊരു ആശങ്കയിലായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. കാരണം ഇവിടെ പണി നടക്കുന്നില്ല. രണ്ട് കാര്യങ്ങൾ ഇവിടെ പുതുതായിട്ട് സംഭവിച്ചു കഴിഞ്ഞു. താൽക്കാലികമായി കെട്ടിയ ആ ഒരു ചാക്കിട്ട് കെട്ടിയിട്ടുള്ള ആ ഓരം വിള്ളലുകൾ വീണ് അവിടെ വെള്ളം സംഭരിക്കുമ്പോൾ വെള്ളം പുറത്തേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ഭീതിതമായിട്ടുള്ള അവസ്ഥയാണ്. ഒരു മഴ ഇപ്പോൾ നമ്മളെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാലത്ത് പ്രത്യേകിച്ചും ഒരു വലിയ മഴ വന്നാൽ ഈ പ്രദേശം തന്നെ മൊത്തത്തിൽ ഇടിഞ്ഞ് കാനത്തോട്ടിലേക്ക് മാറുന്ന രീതിയിലേക്ക് തോടിൻ്റെ വീതി ചുരുങ്ങിയിട്ടുണ്ട്. മാട്ടുമലയിൽ നിന്ന് വരുന്ന വെള്ളം കാനത്തോട് സ്ലൂയിസിൽ ചീപ്പിട്ട് സംഭരിച്ചാണ് മങ്ങാട്ടുപാടം പാടശേഖരം, കൊളക്കാട്ടിൽ പാടശേഖരം എന്നിവിടങ്ങളിലെ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളിലും ചെങ്ങാലൂർ പ്രദേശത്തെ ജാതിയടക്കമുള്ള മറ്റ് കാർഷിക മേഖലയിലേക്കും ഉപയോഗിച്ചിരുന്നത്. സ്ലൂയിസിന്റെ പ്രവർത്തനം നിലച്ചതോടെ മുണ്ടകൻ കൃഷി ഇറക്കേണ്ട 5 ഏക്കർ നിലം തരിച്ചിടേണ്ടി വന്നു. ഈ സ്ലൂയിസിന് പകരം മുകൾ ഭാഗത്തായി 2 കിടകൾ തീർത്താണ് ബാക്കി 50 ഏക്കറിൽ കർഷകർ കൃഷി സാധ്യമാക്കിയത്. സ്ലൂയിസ് കാര്യക്ഷമമല്ലാതായതോടെ പുതുക്കാട് പഞ്ചായത്തിലെ 8, 9 വാർഡുകളിലെ ജലസേചന പദ്ധതികൾക്കും കുടിവെള്ള വിതരണത്തിനുമായി 75 HP മോട്ടോർ ഉപയോഗിക്കുന്ന ഉറാംകുളം അഡീഷണൽ പമ്പ് ഹൗസിന്റെയും ഉറാംകുളം മെയിൻ പമ്പ് ഹൗസിന്റെയും പ്രവർത്തനവും നിലച്ച നിലയിലാണ്. പ്രതിസന്ധി ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇറിഗേഷൻ അധികൃതർ എത്തി താൽക്കാലികമായി മണൽച്ചാക്കുകൾ ഉപയോഗിച്ച് കാനത്തോടിന്റെ വശങ്ങളിൽ സംരക്ഷണ ഭിത്തി തീർക്കുകയായിരുന്നു. 3 മാസത്തിനുള്ളിൽ കാനത്തോട് സ്ലൂയിസ് നവീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും ഇതുവരെയും യാതൊരു നടപടികളുമായിട്ടില്ല. കഴിഞ്ഞ വർഷം ഈ പ്രശ്നം കാരണം 5 ഏക്കർ ഭൂമി കൃഷി ചെയ്യാൻ സാധിച്ചില്ല. കൂടാതെ പാടത്ത് വെള്ളവും ഇല്ല. പദ്ധതി ഈ സാമ്പത്തിക വർഷം നടപ്പാകില്ലെന്നാണ് നിലവിലെ സ്ഥിതി. ഇതോടെ ചെങ്ങാലൂർ പ്രദേശത്തെ കൃഷിയിടങ്ങൾ മുഴുവൻ ഉണക്ക് ഭീഷണിയിലാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഇക്കാലത്ത് പെട്ടെന്ന് മഴയെത്തിയാൽ നിലവിലെ സാഹചര്യത്തിൽ പ്രദേശത്ത് വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നും നിരവധി വീടുകളെ ഇത് ബാധിക്കുമെന്നും പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. പാഠശാല സമിതി സെക്രട്ടറിയും പരിഷത്തിന്റെ ഉൾപ്പെടുന്ന അന്വേഷണത്തും പിന്നെ പരിസ്ഥിതി പ്രവർത്തനമായ അന്വേഷണം ഉൾപ്പെടെ ഞങ്ങൾ ജമ്പുകാവിലെ ഈയിടെ ഓഫീസ് സന്ദർശിക്കുകയും ഒരു അപേക്ഷ നിവേദനം കൊടുക്കുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലം സന്ദർശിക്കുകയും 3 മാസത്തിനുള്ളിൽ ഈ സംഭവം ശരിയാക്കി തരാമെന്ന ആൾ ഉറപ്പ് തരികയും ചെയ്തു. ഇപ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്, ഞങ്ങൾ വളരെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞത്, ഇതിനെക്കുറിച്ചുള്ള ടെൻഡർ നടപടികളോ ഇതുവരെ ആരംഭിക്കുകയോ ഈ സാമ്പത്തിക വർഷം തന്നെ ഇത് ചെയ്യില്ല എന്നാണ് അവർ നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നത്. പക്ഷേ എത്രയും പെട്ടെന്ന് ഇത് സാധനം ചെയ്തില്ലെങ്കിൽ നമ്മൾ താൽക്കാലികമായി ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന മൺ സംവിധാനം ഉള്ളിക്കൂടെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയും ഈ വീണ്ടും കയറി കനാല് തോട്ടിലേക്ക് വീണ്ടും പതിക്കാനുള്ള അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ സ്ഥലം സന്ദർശിക്കുകയും ഈ ഉൾപ്പെടെ അങ്ങൾ സ്ഥലം സന്ദർശിക്കുകയും എത്രയും പെട്ടെന്ന് സാധനം ഞങ്ങൾ കെട്ടിക്കെട്ടണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അല്ലാത്ത പക്ഷം എൻ്റെ പുരയിടവും പറമ്പും കുറുമാലി പുഴയിലേക്ക് ഒഴുകി അലിഞ്ഞു പോകുന്ന മണ്ണാൽ എത്രയും പെട്ടെന്ന് ഒഴിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അത് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ പരിഹരിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടിയന്തരമായി കാനത്തോട് സ്ലൂയിസിന്റെ വശങ്ങൾ കരിങ്കൽ കെട്ടി സംരക്ഷിക്കണമെന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, കർഷക കൂട്ടായ്മയും മങ്ങാട്ടുപാടം പാടശേഖര സമിതിയും ഉറാംകുളം സംരക്ഷണ സമിതിയും അധികൃതരോട് ആവശ്യപ്പെടുന്നത്. ഉറാംകുളം പമ്പ് ഹൗസിൽ നിന്നുള്ള പമ്പിംഗ് നിലച്ചതോടെ ചെങ്ങാലൂരിലെ കാർഷിക മേഖല ഉണക്ക് ഭീഷണിയിലാണ്. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. വീടിനോട് ചേർന്നുള്ള കിണറിനുള്ളിൽ മണ്ണിടിയുന്നതിനാൽ അടിത്തട്ടിടിയുന്ന വീട്ടിൽ ഭീതിയോടെ കഴിയുകയാണ് ഒരു കുടുംബം. ചിറ്റിശ്ശേരി നടുവിൽ വീട്ടിൽ സുനിലും കുടുംബവുമാണ് ഈ ദുരവസ്ഥ അനുഭവിക്കുന്നത്. പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുക അനുവദിക്കാൻ തയ്യാറാണ്. എന്നാൽ അടിത്തട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന 5 സെന്റ് സ്ഥലത്ത് എന്തു ചെയ്യണമെന്നറിയാത്ത സ്ഥിതിയിലാണ് ഇവർ. 19 കോൽ താഴ്ചയുള്ള കിണർ വർഷങ്ങളായി ഇടിയുന്നുണ്ട്. കിണറിന്റെ ഉൾവശം ഇടിഞ്ഞിടിഞ്ഞ് വീടിന്റെ അടിഭാഗത്തേക്കും വ്യാപിച്ച നിലയിലാണ്. വീടിന്റെ അടുക്കളയും ഒരു മുറിയും വരാന്തയും ഏത് നിമിഷവും അടിത്തട്ടിളകി ഇടിഞ്ഞു വീഴുമെന്ന അവസ്ഥയിലാണ്. വീടിന്റെ അടിത്തട്ട് ഇടിഞ്ഞ് കിണറ്റിൽ വീഴുന്നതിന്റെ ശബ്ദം കേട്ട് നെഞ്ചിടിപ്പോടെയാണ് കഴിയുന്നതെന്ന് കിടപ്പ് രോഗിയായ അമ്മ കൗസല്യ പറയുന്നു.
എൻ്റെ വീടിൻ്റെ ഈ കിണറിൻ്റെ ഫുള്ളും ചുറ്റും ആകെ ഇടിഞ്ഞ് ഇതായിട്ട് നിൽക്കണം. ഏത് നിമിഷം അത് ഫുള്ളായിട്ട് ഇടിയും. ഒരു മഴ വന്നു കഴിഞ്ഞാൽ തീരെ ഞങ്ങൾക്ക് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതേപോലെ ചുറ്റും റൂമുകളിലേക്കും അടുക്കളയിലേക്കും ഫുള്ളും ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുക അടി. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ അതൊന്നും ചെയ്യാൻ ഒരു പാകമില്ലാത്തൊരവസ്ഥയാണ്. ഞങ്ങൾക്ക് പണിയാൻ ഇത് ഇല്ലാത്ത അവസ്ഥയാണ്. വീടിന് 10-20 ലക്ഷത്തോളം രൂപ കടത്തിലാണ്. വയസ്സായ ചേട്ടൻ്റെ അമ്മയും പിന്നെ എൻ്റെ ഭർത്താവിനാണെങ്കിൽ അപസ്മാരം വന്ന് 20 കോടി താഴ്ചയിലേക്കൊക്കെ വീണ് കിണർ ഈ എലിക്കാലത്തെ എല്ലാം ഒടിഞ്ഞ് കമ്പിയൊക്കെ ഇട്ടിട്ട് ഇപ്പം എനിക്ക് ഞാൻ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ എനിക്ക് ഓട്ട് കമ്പനിയിലാണ് ജോലി. ഓട്ട് കമ്പനിയിലാണെങ്കിൽ 3 പണിയായി. അതുകൊണ്ട് എനിക്ക് ഒന്നിനും വീട്ടിലത്തെ കാര്യങ്ങളും ചെയ്യണം, മക്കളുടെ കാര്യങ്ങളും നോക്കണം, ആ വയസ്സായ അമ്മേനെ നോക്കണം. അപ്പം അമ്മ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് മരുന്ന് ഒഴിക്കാനും ഇതിനായിട്ട് ഞാൻ ലീവ് എടുത്തിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്രയമാണ്. ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സഹായിക്കുക. അപസ്മാര രോഗിയായ സുനിൽ പണിക്കിടെ കിണറ്റിൽ വീണ് ഇടുപ്പിന് പരിക്കേറ്റ് വർഷങ്ങളായി ചികിത്സയിലാണ്. സുനിലിന്റെ ഭാര്യ ദീപ ഓട്ട് കമ്പനി തൊഴിലാളിയാണ്. ആഴ്ചയിൽ 3 ദിവസം മാത്രം ജോലിയുള്ള ദീപയുടെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇവരുടെ കുടുംബം പുലരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് സഹകരണ സംഘത്തിൽ നിന്നെടുത്ത കടം കുടിശ്ശികയായി ജപ്തിയുടെ വക്കിലാണ് സുനിലും കുടുംബവും. വീട് വിറ്റ് കടം തീർക്കാമെന്ന് വെച്ചാൽ അടിത്തട്ടിളകി അപകടാവസ്ഥയിലായ സ്ഥലം വാങ്ങാൻ ആരും തയ്യാറാകുന്നില്ലെന്ന് സുനിൽ പറയുന്നു. സുനിലും ദീപയും അമ്മയും മകനും വർഷങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്ത സുനിലിന്റെ സഹോദരന്റെ മകനും ഈ വീട്ടിലാണ് കഴിയുന്നത്. കിണറിന്റെ അടിത്തട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വരാനിരിക്കുന്ന മഴക്കാലമാണ് ഇവരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നത്. മഴ ശക്തമായാൽ അടിത്തട്ട് ഇടിഞ്ഞു തുടങ്ങിയ വീട് ഏത് സമയത്തും തകരുമെന്നതാണ് ഇവരുടെ ആശങ്കയ്ക്ക് കാരണം. ബംഗളൂരു വേളാങ്കണ്ണി സൂപ്പർ ഡിലക്സ് ബസ്സുകൾക്ക് പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ ബോർഡിംഗ് പോയിന്റ് അനുവദിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. അന്തർ സംസ്ഥാന സൂപ്പർ ഡീലക്സ് ബസ്സുകൾക്ക് പുതുക്കാട് ബോർഡിംഗ് പോയിന്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പുതുക്കാട് പാസഞ്ചേഴ്സ് അസോസിയേഷൻ KK രാമചന്ദ്രൻ MLAയെ സമീപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിക്കും KSRTC MDക്കും കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ബംഗളൂരു വേളാങ്കണ്ണി ഡീലക്സ് ബസ്സുകൾക്ക് ബോർഡിംഗ് പോയിന്റ് അനുവദിച്ചത്. തിരുവല്ല ബംഗളൂരു ഡീലക്സ് ബസ് ദിവസവും രാത്രി 9:35 പുതുക്കാടെത്തും. പാലക്കാട്, കോയമ്പത്തൂർ, സേലം, ഹൊസൂർ വഴി പിറ്റേ ദിവസം രാവിലെ 7-നാണ് ബംഗളൂരിലെത്തുന്നത്. തിരിച്ച് ദിവസവും വൈകിട്ട് 6:15 ബംഗളൂരിൽ നിന്ന് പുറപ്പെടുന്ന ബസ് പുലർച്ചെ 3:50 പുതുക്കാടെത്തും. പുതുക്കാട് ബംഗളൂരു 718 രൂപയാണ് ടിക്കറ്റ് ചാർജ്. എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് 4:50 വേളാങ്കണ്ണി സൂപ്പർ ഡീലക്സ് സർവീസ് പുതുക്കാട് എത്തുന്നത്. ഞായറാഴ്ച രാവിലെ 6:35 വേളാങ്കണ്ണിയിലെത്തും. തിരിച്ചു ഞായറാഴ്ച വൈകിട്ട് 5:30 വേളാങ്കണ്ണിയിൽ നിന്ന് പുറപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ 7:15 പുതുക്കാടെത്തും. വേളാങ്കണ്ണി പുതുക്കാട് 702 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അടുത്ത ഘട്ടത്തിൽ കൂടുതൽ ചർച്ച നടത്തി കൊല്ലൂർ, മൂകാംബിക, ഊട്ടി സർവീസുകൾക്ക് പുതുക്കാട് ബോർഡിംഗ് അനുവദിക്കണമെന്ന് KK രാമചന്ദ്രൻ MLA ആവശ്യപ്പെട്ടു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ സാംസ്കാരിക അക്കാദമിയുടെ നേതൃത്വത്തിൽ സർഗശേഷിയിലൂടെ മാതൃകയായ വനിതാ രത്നങ്ങൾക്ക് സ്നേഹാദരം സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിലുള്ള വനിതകളെ ചടങ്ങിൽ ആദരിക്കുകയും സംവാദവും നടത്തി. പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പുതുക്കാട് മറവാഞ്ചേരി സ്വദേശിയായ അധ്യാപിക രാജകുമാരി വിനോദ് സാഹിത്യ സാംസ്കാരിക പ്രവർത്തകയ്ക്കുള്ള ആദരം ഏറ്റുവാങ്ങി. തനിനിറം മാനേജിംഗ് എഡിറ്റർ KP മനോജ് കുമാർ, AD ബെന്നി, രാജൻ എലവത്തൂർ, മോഹൻദാസ് പാറപ്പുറത്ത്, എഴുത്തുകാരൻ MA റസാഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പുതുക്കാട് JCA തൃശൂർ ഗ്രീൻ സിറ്റിയുടെ വനിതാ വിഭാഗം പുതുക്കാട് ചിപ്സ് കോർണറിൽ ഷീറോസ് ഡേ സംഘടിപ്പിച്ചു. രാത്രിയിൽ നടന്ന പിങ്ക് റാലിയിൽ നിരവധി വനിതകൾ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. മിസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഫസ്റ്റ് റണ്ണറപ്പ് അക്വാ ടോണി, വനിതാ സംരംഭക പ്രസീത മേനോൻ, അങ്കണവാടി അവാർഡ് ജേതാവ് സിനി ID, സൂപ്പർ മോഡൽ ജൂനിയർക്കാരൻ ഏണസ്റ്റ്, പുതുക്കാട് ഹരിത കർമ്മസേന പ്രവർത്തകർ എന്നിവരെയാണ് ആദരിച്ചത്. മുൻ MP രമ്യ ഹരിദാസ്, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, JCI ചെയർപേഴ്സൺ ജീൻ മേരി അരുൺ, പ്രിൻസി ജോബി എന്നിവർ പ്രസംഗിച്ചു. രമ്യ ഹരിദാസ് ഉൾപ്പെടെ നിരവധി വനിതകൾ കലാപരിപാടികൾ പങ്കെടുത്തു. സോദരി ഉയർത്തെണീക്കുക സോദരി
പോയ നൂറ്റാണ്ടുകളുടെ തടവറ തകർത്തെണീക്കുക സോദരി, അടിമകളല്ലിനി നാം. വനിതാ ദിനം പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും ഇതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞ പോലെ വനിതകളാണ്. നമുക്ക് സ്ത്രീകൾക്ക് ശക്തി ആരാ? സ്ത്രീകൾ തന്നെയല്ലേ. ഒപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരോ. ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആറാട്ടോടെ സമാപനമായി. ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ നിന്ന് മന്ദിരപ്പള്ളിയിലേക്ക് ആറാട്ട് എഴുന്നള്ളിപ്പും തുടർന്ന് മന്ദാരക്കടവിൽ നടന്ന ആറാട്ടിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തുടർന്ന് അന്നദാനവും ഉണ്ടായി. ക്ഷേത്രം ഭാരവാഹികളായ സുനിൽകുമാർ കൈമാപ്പറമ്പിൽ, സെക്രട്ടറി ശ്രീധരൻ കളരിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ വേലുപ്പാടത്ത് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു. ശിവദാസൻ തൂയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ പോലീസ് അക്കാദമി ഡിവൈഎസ്പി PB പ്രശോഭ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ബിന്ദു ബഷീർ അധ്യക്ഷയായി. ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും നടത്തി. വരന്തരപ്പിള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, ജസ്റ്റിൻ മുല്ലൂർ എന്നിവർ പ്രസംഗിച്ചു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ നാടിനകത്ത് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ കൂട്ടായ്മയിൽ തീരുമാനമെടുത്തു. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു സംഭവമാണ്. നമ്മുടെ 13ാം വാർഡിനെ സംബന്ധിച്ച് ഏറ്റവും അഭിനന്ദനം അറിയിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്. നമ്മുടെ വാർഡല്ല, പക്ഷെ നമ്മുടെ രാജ്യം പോകുന്നത് ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക്. നമ്മള് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഈ സംഗതി ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് പഞ്ചാബിലാണ്. പഞ്ചാബില് ഓരോ വീട്ടിലെയും കുട്ടികള് എല്ലാവരും ഇത്തരം ഭീകരമായിട്ടുള്ള ലഹരി മരുന്നുകൾക്ക് അടിമകളാണ്. പ്രധാനമായിട്ടും അവിടെ നിന്ന് അതിർത്തി കടന്നു വരുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ആ ഒരു സംസ്ഥാനത്ത് ഇത്രയും. ലഹരിക്കെതിരെ വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ ക്യാമ്പയിനും സംഘടനാ പ്രമേയവും അവതരിപ്പിച്ചു. ഡയറക്ടർ ഫാദർ ലാസർ താടിക്കൽ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ലിൻസൺ അക്കരപ്പറമ്പിൽ, പ്രസിഡന്റ് ആൽഫ്രഡ് കൊടിയൻ എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടിയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവതിയെ കയറിപ്പിടിച്ച് ശല്യപ്പെടുത്തിയ സംഭവത്തിൽ ഛത്തീസ്ഗഡ് സ്വദേശി അറസ്റ്റിലായി. ഛത്തീസ്ഗഡ് റായ്പൂർ സ്വദേശിയായ ലഗേഷ് കുമാർ മാർക്കം 33 വയസ്സാണ് അറസ്റ്റിലായത്. വനിതാ ദിനമായ മാർച്ച് 8 വൈകിട്ട് 3:45 ടൗണിലെ സ്വകാര്യ സ്ഥാപനത്തിൽ വെച്ചായിരുന്നു സംഭവം. അറസ്റ്റിലായ ലഗേഷ് കുമാർ കഴിഞ്ഞ 2 വർഷമായി മുരിങ്ങൂരിലാണ് താമസം. ചാലക്കുടി SHO MK സജീവ്, SI N പ്രദീപ്, പോലീസ് ഉദ്യോഗസ്ഥരായ ആൻസൺ പൗലോസ്, സുരേഷ് കുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വാക്കുതർക്കത്തെ തുടർന്ന് മധ്യവയസ്കനെ മഴുകൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. മാർച്ച് 7 പെരിഞ്ഞനം കൊറ്റംകുളം ചക്കരപ്പാടത്ത് ഏറാട്ട് അമ്പലപ്പറമ്പിൽ വെച്ചായിരുന്നു സംഭവം. പെരിഞ്ഞനം ചക്കരപ്പാടം കാരനാട്ട് വീട്ടിൽ മണിയൻ എന്ന് വിളിക്കുന്ന 50 വയസ്സുള്ള ശ്രീജിത്ത്, കയ്പമംഗലം അയിരൂർ ചന്ദ്രപുരയ്ക്കൽ വീട്ടിൽ കോക്കാൻ എന്ന് വിളിക്കുന്ന 45 വയസ്സുള്ള വിനീഷ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിഞ്ഞനം ചക്കരപ്പാടം ഏറാട്ട് വീട്ടിൽ 56 വയസ്സുള്ള സുരേഷിനെയാണ് കൈകൊണ്ടും മഴുകൊണ്ടും അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഏറാട്ട് കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഘോഷയാത്ര പോകുമ്പോൾ ശ്രീജിത്തും കൂട്ടുകാരും മോട്ടോർ സൈക്കിളിൽ വന്ന് ഘോഷയാത്രയുടെ ഇടയിലേക്ക് കയറ്റാൻ ശ്രമിച്ചിരുന്നു. ഘോഷയാത്ര കഴിഞ്ഞ സമയം അമ്പലത്തിനടുത്ത് വെച്ച് സുരേഷ് ശ്രീജിത്തിനോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ച് വാക്ക് തർക്കമുണ്ടാവുകയും മദ്യലഹരിയിൽ ശ്രീജിത്തും കൂട്ടുകാരും ചേർന്ന് സുരേഷിനെ ആക്രമിക്കുകയുമായിരുന്നു. കയ്പമംഗലം പോലീസ് SHO KR ബിജു, സബ് ഇൻസ്പെക്ടർമാരായ സൂരജ് KS, ഹരിഹരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീശൻ, ഗിൽബർട്ട് ജേക്കബ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഡെൻസ്മോൻ, അനന്തു എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ശ്രീജിത്തിന്റെ പേരിൽ മതിലകം പോലീസ് സ്റ്റേഷനിൽ 4 അടിപിടി കേസും വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ലഹരി ഉപയോഗിച്ചതിന് 2 കേസും കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കലിൽ എടുത്തതിനുള്ള 2 കേസും അടക്കം 14 കേസുകളുണ്ട്. ശ്രീജിത്ത് 1996 മുതൽ തുടർച്ചയായി ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നയാളും കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽ പ്രധാന ക്രിമിനലുമാണെന്ന് പോലീസ് പറഞ്ഞു. വിനീഷിന്റെ പേരിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ 2021 ഒരു വധശ്രമ കേസും സ്ത്രീകളെ ആക്രമിച്ച് മാനഹാനി വരുത്തിയതിന് 1 കേസും 2 അടിപിടി കേസും അടക്കം 6 കേസുകളുണ്ട്. കാലാവസ്ഥ.
കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ജില്ലയിൽ ആരോഗ്യ കേരളം ഈ സഞ്ജീവനി പ്രോജക്റ്റിന്റെ ഭാഗമായി ടെലിമെഡിസിൻ വിഭാഗത്തിൽ വിവിധ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ താൽക്കാലികമായി നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ജനറൽ മെഡിസിൻ, ഡെർമറ്റോളജി, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, പൾമണോളജി എന്നീ വിഭാഗങ്ങളിലാണ് നിലവിൽ ഒഴിവുകളുള്ളത്. PG ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. കമ്പ്യൂട്ടർ പരിജ്ഞാനം, TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമായിരിക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ മാർച്ച് 11 ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ജില്ലാ ആശുപത്രിയിലുള്ള NHM ആരോഗ്യ കേരളം ഓഫീസിൽ രേഖകൾ സഹിതം ഇന്റർവ്യൂവിന് നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487 23 25 824 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8040 രൂപ, പവന് 64,320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആമ്പല്ലൂരിൽ ഓട്ടം വിളിച്ചിട്ട് പോകാത്ത വൈരാഗ്യത്തിൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുക്കാട് വരന്തരപ്പള്ളി പഞ്ചായത്തുകളിലായി അതിർത്തി പങ്കിടുന്ന കാനത്തോട് സ്ലൂയിസ് അടിയന്തിരമായി പുനഃസ്ഥാപിക്കണമെന്ന് കർഷകർ. തകർച്ചയിലായ ഉറാംകുളം അഡീഷണൽ പമ്പ് ഹൗസ് നവീകരിക്കണമെന്നും പമ്പിംഗ് പുനരാരംഭിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. വീടിനോട് ചേർന്നുള്ള കിണറിനുള്ളിൽ മണ്ണിടിയുന്നതിനാൽ അടിത്തട്ടിടിയുന്ന വീട്ടിൽ ഭീതിയോടെ കഴിയുകയാണ് ഒരു കുടുംബം. ചിറ്റിശ്ശേരി നടുവിൽ വീട്ടിൽ സുനിലും കുടുംബവുമാണ് ഈ ദുരവസ്ഥ അനുഭവിക്കുന്നത്. ബംഗളൂരു വേളാങ്കണ്ണി സൂപ്പർ ഡിലക്സ് ബസ്സുകൾക്ക് പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ ബോർഡിംഗ് പോയിന്റ് അനുവദിച്ചതായി KK രാമചന്ദ്രൻ MLA. ലഹരി ഉപയോഗത്തിനെതിരെ വേലുപ്പാടത്ത് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു. ശിവദാസൻ തൂയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ DYSP PB പ്രശോഭ ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. nctvnews.com എന്ന വെബ്സൈറ്റിലൂടെയും NCTV ന്യൂസ് എന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളിലൂടെയും വാർത്തകൾ അറിയാം. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ പിന്തുടരുക. നമസ്കാരം.